ഇത് കുട്ടികളുടെ നാടകശാല. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കരടുണ്ട് കടലുണ്ട് ഇന്നൊരു ചങ്ങായി കായ വറുത്ത് കഴിഞ്ഞിട്ട് ഇത് കുട്ടികളുടെ നാടകശാല. കലാഭാവനയും താല്പര്യവും അറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ അരങ്ങ് 2025. 21ാം നൂറ്റാണ്ടിലെ പ്രധാന ജീവിത നൈപുണികളായ സർഗാത്മകത, യുക്തിചിന്ത, സഹവർത്തിത്വം, ആശയവിനിമയം എന്നിവയുടെ വികാസത്തിന് ഊന്നൽ നൽകിയുള്ള നാടകക്കളരി വിദ്യാർത്ഥികൾക്ക് കൗതുകവും വിനോദവും മാത്രമല്ല ഭാവനാ വികാസത്തിനുള്ള അവസരം കൂടിയാണ് ഒരുക്കിയത്. മലയോരത്തെ ആദ്യ വിദ്യാലയമായ വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിൻ്റെ മുന്നോടിയായിട്ടാണ് കുട്ടികൾക്കായി ഒരുക്കിയ ഏകദിന നാടകക്കളരി ശ്രദ്ധ നേടിയത്. പ്രമുഖ നാടക പ്രവർത്തകൻ രഘുനാഥ് പടവാണ് പടവ് ക്രിയേറ്റീവ് തിയേറ്ററിലൂടെ കുട്ടികളെ അരങ്ങിലെത്തിച്ചത്. സിഗ്നൽ വെച്ച് പിടിക്കാൻ പറ്റും അല്ലേ? പിന്നെ വേറെ സൂപ്പർ ക്യാമറ എവിടുന്നാ വാങ്ങിയത്? ഈ ക്യാമറ ആദ്യം അങ്ങോട്ട് മാറ്റുന്നു. 4 3 2 യാതൊരു സങ്കോചവുമില്ലാതെ നിമിഷനേരം കൊണ്ടാണ് വേഷവും ഭാവവും മാറി അരങ്ങിൽ വിസ്മയം തീർത്തത് കാണികളിൽ അത്ഭുതവും പൊട്ടിച്ചിരിയും ഉണർത്തിയത്. സിനിമാ രംഗത്ത് ശ്രദ്ധേയനായ സുനീഷ് വടക്കമ്പാടൻ, അധ്യാപകനായ ശ്രീജിത്ത് വെള്ളുവയൽ എന്നിവരും രഘുനാഥ് പടവിലിനൊപ്പം നാടകക്കളരിക്ക് നേതൃത്വം നൽകി. വിദ്യാലയ ശതാബ്ദിയാഘോഷത്തിന്റെ ഭാഗമായുള്ള നാടകക്കളരി സ്കൂൾ ശതാബ്ദിയാഘോഷ കമ്മിറ്റി ചെയർമാൻ PN മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് P മധുസൂദനൻ അധ്യക്ഷനായി. അധ്യാപകരായ റെജീന AK, സോണിയ ജോസഫ്, പ്രിയേഷ് K തുടങ്ങിയവർ പ്രസംഗിച്ചു. നിരവധി രക്ഷിതാക്കളും അധ്യാപകരും PTA ഭാരവാഹികളും പരിപാടിയിൽ സംബന്ധിച്ചു. ഒരു അവസരമാണിത്. കാരണം നമ്മുടെ കുട്ടികളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നാടകക്കളരി പോലെയുള്ള ഒരുപാട് ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.